പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രഭാഷകൻ 30:23. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സമ്മതിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോ നമ്മളെ വിളിച്ചു, ഈശോയെ നമ്മൾ ഒരുമിച്ച് ചേർത്തു. കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളോട് ഈ വചനങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ആമുഖത്തിൽ കേട്ട വചനം ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 30:23 വചനം വെളിപ്പെടുത്തുകയാണ്. ദുഃഖമുണ്ടെങ്കിൽ അത് അകറ്റണം, വിഷമമുണ്ടെങ്കിൽ അത് മാറ്റണം. അപ്പോഴാണ് ആത്മാവിൽ വലിയ സന്തോഷം ഉണ്ടാകുക. തുടർന്ന് അതിന് വെളിപ്പെടുത്തുകയാണ്, ഈ ദുഃഖം അകറ്റി ഹൃദയത്തെ നമ്മൾ ആശ്വസിപ്പിക്കണം. എന്നിട്ട് പറയാം, ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും ഈ സമയത്ത് ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാഞ്ഞു പോകട്ടെ, വലിയ ആനന്ദത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. ഈ ഗാന ശുശ്രൂഷയുടെ സമയത്ത് ഹൃദയത്തിലുള്ള വിഷാദം, സങ്കടം, ദുഃഖം, നിരാശ, പ്രത്യാശയില്ലാത്ത അവസ്ഥ അതെല്ലാം മാറി വലിയൊരു കൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കും. ഇന്ന് ഈസ്റ്ററിനോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ വലിയ സന്തോഷത്തിന്റെ അവസരങ്ങളാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് 2 കരങ്ങളും ഉയർത്തി നമ്മുടെ ഹൃദയത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തലങ്ങളും ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. കരങ്ങൾ ഉയർത്താം, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, അവിടുന്ന് കൂടെയുള്ള ദൈവമാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഓ കർത്താവേ, എല്ലാ തരത്തിലുള്ള മനസ്സിനെ പീഡിപ്പിക്കുന്ന മനക്ലേശം, അന്ധകാര പീഡകൾ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വലിയ കൃപയുടെ അഭിഷേകം കർത്താവ് വ്യാപരിക്കുന്നു. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ കൈകളടിച്ച് ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. നന്നായി കൈകളടിച്ച്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കൈകൾ ഉയർത്തി കൈയടിക്കാം. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വിശ്വസിക്കുന്നു. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ഓ കർത്താവേ,
ഞങ്ങളുടെ ജീവിതങ്ങൾ ക്ലേശം വന്നാലും, ദുരിതം വന്നാലും, ആപത്ത് വന്നാലും, അനർത്ഥം വന്നാലും, തടസ്സം വന്നാലും, തടസ്സ വന്നാലും, ദൈവമേ അവിടുത്തെ വചനത്തിൽ ചരിക്കാതക്ക വിധം ശക്തമായ ആത്മീയ ബോധ്യം, ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. കൈയടിച്ച് ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നു ഘോഷിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നു ഘോഷിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ, ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ, സൈന്യനിര പോലെ എന്നെ വളഞ്ഞാൽ ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വിശ്വസിക്കുന്നു, വൈരികളും എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കരങ്ങൾ ഉയരട്ടെ, സ്വരം നന്നായി ഉയരട്ടെ, മനസ്സ് നന്നായി തുറക്കപ്പെടട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ, ആത്മാവ് ഉണരട്ടെ, ശരീരം ശക്തി പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഉദ്ധിതനായ ഈശോയെ, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങളെ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഉദ്ധിതനായ ഈശോയെ, അവിടുത്തെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവമേ, നാളുകളായി കഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഈശോയുടെ നാമത്തിന് ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. നാളുകളായി പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ തലമുറകളെയും, ഓരോ വംശങ്ങളെയും ഈ സമസ്യയുടെ നാമത്തിൽ ഇപ്പോൾ അഴിച്ച് പിടിപ്പിക്കുന്നു. ഓ കർത്താവേ, നാളുകളായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം പലവിധ മേഖലകളിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും കെട്ടുകൾ ഇപ്പോൾ ഉദ്ധിതനായ ഈശോയുടെ നാമത്തിൽ അഴിച്ച് പിടിപ്പിക്കുന്നു. ശക്തി പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, കൃപ ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, അനുതാപം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, തീക്ഷ്ണത നിറയട്ടെ, കൃപ നിറയട്ടെ. ആരാധന ആരാധന ആരാധന, ആരാധന. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ഉണർവ് വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, വചനം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഓരോരുത്തരെ സ്പർശിക്കണം, ഓരോരുത്തൻ തൊടണ. ആരാധന, ആരാധന. ഈശോയെ നന്ദി പറയുന്നത്, ഈശോയെ നന്ദി പറയുന്നത്, ഈശോയെ നന്ദി പറയുന്നത്, ഈശോ നന്ദി പറയുന്നത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈസ്റ്ററിനോട് അനുബന്ധിച്ചുള്ള ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്ന വിഷയം, തിന്മയിൽ നിന്ന് നന്മയുണ്ടാകുമോ? പറക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം, ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനി, അതിനെല്ലാം ശേഷം ഈസ്റ്ററിൻ്റെ ദിവസം കർത്താവ് നൽകുന്ന വലിയ ഒരു സന്ദേശമെന്ന് പറയുന്നത്, ലോകം ചെയ്യുന്ന തിന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് ഈസ്റ്റർ. അതാണ് ഉദ്ധിതനായ ഈശോ മിശിഹ നമുക്ക് നൽകുന്ന ചരിത്രപാഠം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 312 ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്ന്
ആ തിന്മ ഏതാണെന്നാണ് തുറന്ന് പറയുന്നത്. സർവ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിൻ്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ദൈവം, അതാണ് ഏറ്റവും വലിയ തിന്മ. എന്നിട്ട് ബാക്കിയോ, ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതെന്താണ്? ക്രിസ്തുവിൻ്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും. ഇതെല്ലാമാണെങ്കിലും തിന്മ ഒരിക്കലും നന്മ ആയിത്തീരുന്നില്ല. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ധാർമ്മിക തിന്മയായി സഭ പഠിപ്പിക്കുന്നത് കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നീതിമാൻ മരിച്ചു എന്നുള്ളതാണ്, അല്ലേ? ലോകദൃഷ്ടിയിൽ അങ്ങനെയാണ്. എന്നാൽ അത് തിന്മ തന്നെയാണ്, അതൊരിക്കലും നന്മയല്ല. എന്നാൽ അതിനകത്ത് നിന്ന് വലിയ ഒരു നന്മ ദൈവം പുറപ്പെടുവിച്ചു. ആ നന്മ എന്താണ്? ഈശോയുടെ മഹത്വീകരണം, അല്ലേ? ഉത്തിതനായ ഈശോ മിശിഹ. എന്ന് മാത്രമല്ല, അതുവഴി നമ്മൾ രക്ഷ പ്രാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും തിന്മകളും ഈശോ മിശിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതുപോലുള്ള അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വലിയ ജ്ഞാനത്തിൽ അത് മനസ്സിലാക്കിയാൽ അതിനുള്ളിൽ നിന്ന് വലിയ നന്മ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരും. പക്ഷേ തിന്മ ഒരിക്കലും നന്മയാവുകയില്ല. തിന്മ തിന്മ തന്നെയാണ്. നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാൻ പാടില്ല താനും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു തിരുവചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 10 വേഴ്സ് 10. വചനം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെ കുറിച്ച് അറിവ് നൽകുകയും അവന്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് വെളിപ്പെടുത്താണ്, ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ. ഈ നീതിമാൻ ആരാണ് സഹോദരങ്ങളെ? ഈ നീതിമാൻ നമ്മൾ പഴയ നിയമത്തിലെ പൂർവ്വ യാക്കോബാണ്. യാക്കോബിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നീതിമാൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് നീതിമാനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നൊരു ചിന്ത വരാം. കാരണം നമ്മൾ വായിച്ചു പഠിച്ചിട്ടുണ്ട്. എന്താ വായിച്ചു പഠിച്ചിരിക്കുന്നത്? യാക്കോബ് അപ്പന്റെ മുഖത്ത് നോക്കി നുണ പറഞ്ഞു, സഹോദരൻ ഏസാവിനെ പറ്റിച്ചു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് യാക്കോബ്. പക്ഷേ ബൈബിൾ യാക്കോബിനെ വിളിക്കുന്ന പേരാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ദൈവത്തിന്റെ നീതീകരണവും മനുഷ്യന്റെ നീതീകരണവും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് വിധിക്കാൻ പാടില്ല എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഈ യാക്കോബ് സഹോദരന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. ഏസാവിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോയപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അതെന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് വചനം വായിക്കാം. ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ, അതായത് യാക്കോബ് ഏസാവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയപ്പോൾ, ഏസാവ് യാക്കോബിനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ യാക്കോബ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. ഈ അവൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനം ചെയ്ത കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, യാക്കോബിനെ നേർവഴിയിലൂടെ നയിച്ചു. രണ്ടാമത്തെ കാര്യം, യാക്കോബിന് ദൈവരാജ്യം കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ കാര്യം, യാക്കോബിന് ദൈവദൂതന്മാരെ കുറിച്ച് അറിവ് കൊടുത്തു. നാലാമത്തെ ബ്ലെസ്സിങ്, യാക്കോബിന്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കി. അഞ്ചാമത്തെ ബ്ലെസ്സിങ്, യാക്കോബിന്റെ അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഏസാവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ യാക്കോബ് ഓടിപ്പോകുമ്പോൾ ദൈവം ചെയ്ത പ്രവർത്തി എന്താ? 5 ഗിഫ്റ്റാണ് അങ്ങോട്ട് കൊടുത്തത്. ഒന്നാമത്തെ ഗിഫ്റ്റ് എന്താ സഹോദരങ്ങളെ? യാക്കോബിനെ നേർവഴിയിലൂടെ നയിച്ചു.
അങ്ങനെയാണെങ്കിൽ ഈ ദിവസം, ഈ ഈസ്റ്ററിന്റെ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇതുപോലെ പല ഉപദ്രവങ്ങളും സഹിക്ക വയ്യാതെ ഓടിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരാം, മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വരാം. ഇങ്ങനത്തുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ നേർവഴി കാണിച്ചു തരുന്ന സമയമാണ്. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ഒരിക്കലും ഒരു വഴിവിട്ട ജീവിതമല്ലായിരിക്കും നയിക്കുന്നത്, പക്ഷേ നേർവഴിയിലാകണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ല, നമ്മൾ മന്ത്രവാദം ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ അബോർഷൻ ചെയ്യുന്നില്ല, നമ്മൾ അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നില്ല, നമ്മൾ ആരും അതിർത്തിക്കല്ല് മാന്തുന്നില്ല. അങ്ങനെ നമ്മൾ വഴിവിട്ട വഴികളിലൊന്നുമല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, വഴിവിട്ട വഴിയിലല്ലെങ്കിലും നമ്മൾ നേർവഴിയിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കർത്താവ് ഇങ്ങനത്തെ ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ദൈവം ഒരു നന്മ അതിനകത്തുനിന്ന് പുറപ്പെടുവിക്കുക. എന്താ? നമ്മളെ നേർവഴിയിലേക്ക് എത്തുകയാണ്. എന്താണ് നേർവഴി എന്ന് പറയുന്നത്? നേർവഴി എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ നേർവഴി എന്ന് പറയുന്ന വചനത്തിന്റെ വഴിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം തെറ്റിക്കിടക്കുന്ന പല മേഖലകളും ശരിയായി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ അകപ്പെട്ടു പോകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ നമ്മുടെ പല വഴികളും ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ കുറച്ചുകൂടെ വചനത്തിന്റെ വഴിയിലേക്ക് നമ്മൾ വന്നില്ലേ? ചിന്തിച്ചു നോക്കുക. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ ചില വഴികൾ തെറ്റിപ്പോയി എന്നുള്ളതും ചില വഴികൾ യാക്കോബിന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ റെബേക്കാന്റെ ബുദ്ധിയിൽ തെളിഞ്ഞത് ദൈവഹിതമല്ലായിരുന്നുവെന്നും യാക്കോബിന് മനസ്സിലായി. വഴിവിട്ട വഴി അല്ലെങ്കിൽ നേർവഴി അല്ല എന്ന് മനസ്സിലായി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇതുപോലെയുള്ള പ്രതിസന്ധികളും ഇതുപോലുള്ള തെറ്റിദ്ധാരണകളും ഇതുപോലുള്ള ഒറ്റപ്പെടുത്തലുകളും ഇതുപോലുള്ള മാറ്റി നിർത്തപ്പെടലുകളും ഇതുപോലെയുള്ള കുരിശുമരണങ്ങളും ഇതുപോലെയുള്ള പീഡാസഹനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് നൽകുന്ന രണ്ടാമത്തെ ബ്ലെസ്സിംഗ് ഉണ്ട്. രണ്ടാമത്തെ ബ്ലെസ്സിംഗ് നമ്മൾ ആ വചനത്തിൽ തന്നെ കണ്ടതാണ്. അതെന്താണ് സഹോദരങ്ങളെ? ഇതാ അവന് ദൈവരാജ്യം കാണിച്ചു കൊടുത്തു. ഒന്നാമത്തേത് നേർവഴിയിലൂടെ നയിച്ചു, രണ്ടാമത്തേത് അവന് ദൈവരാജ്യം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, യാക്കോബ് ഏസാവിന്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ ആ യാത്രകൾക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സംഭവങ്ങൾ? അവിടെ വെച്ച് യാക്കോബ് ഒരു ദർശനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, അല്ലേ? രണ്ട് യാത്രയ്ക്കിടയിൽ യാക്കോബ് രണ്ട് ദർശനങ്ങൾ കാണുന്നുണ്ട്. എന്താണ് ഒരു ദർശനം? അതാണ് സ്വർഗത്തോളം എത്തുന്ന ഒരു കോവണി. ദൈവരാജ്യം അവന് കാണിച്ചു കൊടുത്തു, ദൈവരാജ്യത്തെ കുറിച്ച് അറിവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല ഓക്കെ ആയിട്ട് പോകുന്ന സമയത്തായിരിക്കണമെന്നില്ല ദൈവരാജ്യത്തെ കുറിച്ച് അറിവ് കിട്ടുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെയും കടുത്ത എതിർപ്പുകളിലൂടെയും കടുത്ത ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ദൈവം തരുന്ന അടുത്തൊരു ഗിഫ്റ്റാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവ് തരും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവരാജ്യത്തിന്റെ നിയമങ്ങളും ലോകരാജ്യത്തിന്റെ നിയമങ്ങളും രണ്ടും രണ്ടാണ്. ഒരുപക്ഷെ ലോകരാജ്യത്തിന്റെ പല നിയമങ്ങളും അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ എളിമപ്പെടുക ദൈവരാജ്യത്തിന്റെ നിയമമാണ്, അല്ലേ? താഴ്ന്നു കൊടുക്കുക ദൈവരാജ്യത്തിന്റെ നിയമമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹിക്കുക ദൈവരാജ്യത്തിന്റെ നിയമമാകുക, ചെറുതാകുക ദൈവരാജ്യത്തിന്റെ നിയമമാണ്, അവസാനത്തവനാകുക ദൈവരാജ്യത്തിന്റെ നിയമമാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയുള്ള ദൈവരാജ്യ നിയമങ്ങളെ കുറിച്ച് അറിവ് കിട്ടുന്നതും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് അപ്പുറത്ത് ദൈവരാജ്യം സ്വർഗത്തിൽ പോകണം, ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിലെ പോലെയുള്ള ജീവിതം ആരംഭിക്കണം എന്നുള്ള ബോധ്യം കിട്ടുന്നത് എപ്പോഴാ സഹോദരങ്ങളെ? കടുത്ത ഞെരുക്കത്തിന്റെ നടുവുകളിലാണ്, കടുത്ത സങ്കടത്തിന്റെ ചില അവസ്ഥകളോട് കടന്നു പോകുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടോ അപ്പോ ചില തിന്മകൾ നമുക്ക് അനുവദിക്കപ്പെടുമ്പോൾ തിന്മ തന്നെയാണ്, അത് നന്മയാകുന്നില്ല. പക്ഷേ അതിലൂടെ ദൈവം വലിയ നന്മകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ
ആമുഖ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ മാഞ്ഞു പോകും സഹോദരങ്ങളെ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും യാക്കോബിന് ഈ ഒരു ഓട്ടത്തിനിടയിൽ ജ്ഞാനം അഥവാ ദൈവം കൊടുത്ത മൂന്നാമത്തെ ഗിഫ്റ്റ് ഉണ്ട്. അത് അടുത്ത വാക്യത്തിലുണ്ട്. നിങ്ങൾ വചനം നോക്കുക. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവദൂതന്മാരെ കുറിച്ച് അറിവ് നൽകി, മാലാഖമാരെ കുറിച്ചുള്ള അറിവ് കൊടുത്തു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, യാക്കോബിന്റെ ഒളിച്ചോട്ടത്തിലും തിരിച്ചോട്ടത്തിലുമാണ് വഴിയിൽ വെച്ച് മാലാഖയെ കാണുന്നതും മൽപ്പിടുത്തം നടത്തുന്നതും ഗോവണിയിൽ മാലാഖമാരെ കയറി ഇടങ്ങുന്നതുമായ രംഗങ്ങൾ കാണുന്നത് എപ്പോഴാ? ഇതുപോലെയുള്ള ഒരു പ്രത്യേക കടുത്ത പ്രതിസന്ധി ഞെരുക്കത്തിന്റെയും നടുവിലാണ് സഹോദരൻ. ഈ ഓട്ടത്തിന്റെ നടുവിലാണ്, പരാജയത്തിന്റെ നടുവിലാണ്, തിരസ്കരണത്തിന്റെ നടുവിലാണ്. ബൈബിൾ ചിന്തിച്ച് നോക്കുക. ബൈബിളിൽ മാലാഖമാരെ ഇടപെടലുകൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളെ കുറിച്ച് പഠിക്കുക. അപ്പസ്തോലന്മാർക്ക് എപ്പോഴാണ് മാലാഖമാരെ കുറിച്ച് അറിവ് കിട്ടിയത്? എൻ്റെ സഹോദരങ്ങൾ, ഈശോയെ കുറിച്ചുള്ള പ്രഘോഷം ആരംഭിച്ച് കടുത്ത പ്രതിസന്ധികളുണ്ടായി. ജയിലറകളിൽ കഴിയുന്ന രാത്രികളിലല്ലേ മാലാഖമാരെ കുറിച്ച് അറിവ് കിട്ടതും മാലാഖമാരെ ഇടപെട്ടതും ജയിലറ തുറന്നതും. പഴയ നിയമ പ്രവാചകനായ ദാനിയേലിന് മാലാഖമാരെ കുറിച്ച്, ദൈവദൂതന്മാരെ കുറിച്ച് എപ്പോഴാണ് അറിവ് കിട്ടിയത്? എരിയുന്ന തീച്ചുള്ളിൽ എറിയപ്പെട്ടപ്പോഴല്ലേ അറിവ് കിട്ടിയത്. അവിടെയല്ലേ മാലാഖ ഇറങ്ങി നിൽക്കുന്നത് കണ്ടത്. പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകനായ ജോഷുവയ്ക്ക് എപ്പോഴാണ് മാലാഖയെ കുറിച്ച് അറിവ് കിട്ടിയത്? ജെറിക്കോ കോട്ടയ്ക്ക് മുമ്പിൽ നിൽക്കുക, അപ്പോഴല്ലേ മാലാഖ സർവ്വ സൈന്യാധിപനായിട്ട് നിൽക്കുന്ന ദർശനം കാണുന്നത്. തോബിത്ത്, സാറ, തോബിയാസ്, ആ കുടുംബങ്ങൾ ചിന്തിക്കുക, എപ്പോഴാണ് മാലാഖമാരെ കുറിച്ച് അറിവ് കിട്ടിയത്? അവരുടെ ജീവിതത്തിന് കടുത്ത പ്രതിസന്ധി വന്നപ്പോഴല്ലേ, രോഗം, വിവാഹം നടക്കുന്നില്ല, പ്രതിസന്ധി വന്നപ്പോഴല്ലേ മാലാഖയെ കുറിച്ച് അറിവ് കിട്ടിയത്. ഈശോ മിശിഹായുടെ ജീവിതം പരിശോധിക്കുക. ഈശോ മിശിഹായ്ക്ക് കടുത്ത പരീക്ഷണം, മരുഭൂമി പരീക്ഷണം, ഗത്സമയിലെ കടുത്ത അവസ്ഥ, അവിടെയല്ലേ മാലാഖമാരുടെ സാന്നിധ്യം വരുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനത്തെ അവസ്ഥകൾ കടന്നു പോകുമ്പോൾ മാലാഖമാരുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടക്കുന്നുണ്ട്. നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ, അല്ലെ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ, ജ്ഞാനത്തിൽ അത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നാലാമത്തെ ബ്ലെസ്സിങ് ആ വചനത്തിൽ വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ്, അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ പ്രയത്നങ്ങളെ കർത്താവ് വിജയപ്രദമാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത് അനുസരിച്ച് ഒരു കാര്യത്തിന് വിജയമുണ്ടാകണമെങ്കിൽ നിശ്ചിത എമൗണ്ട് സഫറിങ് വരണം. നിശ്ചിത എമൗണ്ട് സഹനമില്ലാത്ത ഒരു കാര്യം വിജയപ്രദമാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് സഹിക്കണമെന്നുള്ള ദൈവഹിതമാണ്. അപ്പം നിശ്ചിത എമൗണ്ട് സഫറിങ് വന്നാൽ ഒരു കാര്യം വിജയത്തിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ദൈവം ആ ഒരു കാര്യം അനുവദിക്കുമ്പോൾ ആ ഒരു സഫറിങ് സന്തോഷത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിജയത്തിലേക്ക് എത്തുകയാണെന്നാണ് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് 100 അനുഭവങ്ങൾ പറയാനുണ്ട് സഹോദരങ്ങളെ. ചിലപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ കാര്യം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിന് ആവശ്യത്തിന് സഹനം ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങൾ, 5ാമത്തെ ബ്ലെസ്സിങ്, ഒറ്റ വാക്കിത് 5ാമത്തെ ബ്ലെസ്സിങ്, അവൻ്റെ അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. അവൻ്റെ അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യാക്കോബ് ലാബാനും നമ്മളുടെ കച്ചവടത്തിന്റെ കാര്യമൊക്കെ ബൈബിളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അവിടെ വായിക്കുന്നത് എന്താ? അവിടെ യാക്കോബ് ചെയ്ത അവന്റെ ആടുമേയ്ക്കലും അവന്റെ കാര്യങ്ങളും എല്ലാം നല്ല ബെസ്റ്റ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അനുഗ്രഹീതനായ ഒരു വചന ശുശ്രൂഷകൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാണ്. വിശുദ്ധ തോമസ് അക്വീനാസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ദൈവം ഒരു തല്ല് കൊടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില വേദനകൾ ദൈവം അനുവദിച്ചിട്ടായിരിക്കും ദൈവം ഒരു ഗിഫ്റ്റ് തരുന്നത്. പണ്ട് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാണ്. അതായത് ഒരപ്പൻ മോന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുക. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം, സൈക്കിളിന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം നല്ലൊരു സൈക്കിൾ മേടിച്ചുകൊണ്ടത്. അപ്പോൾ അതായത് സൈക്കിൾ തരാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച്, എന്നിട്ട് വിളിച്ചാൽ 2 അടി അങ്ങ് വെച്ച് കൊടുത്തു. എന്നിട്ട് സൈക്കിൾ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തിനാണ് തല്ലിയെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇന്നെ സൈക്കിളിൽ കയറി തോന്നിയാസം കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി വീഴുമ്പോൾ അടിച്ചിട്ട് കാര്യമില്ല, അതൊരു ഓൾറെഡി അടിച്ചിട്ട് സൈക്കിൾ അങ്ങോട്ട് തന്നേക്കാണ്. അത് പറഞ്ഞു, ദൈവം ഒരു തല്ല് കൊടുത്തിട്ട്
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ചില ഓടിക്കപ്പെടലുകൾ, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കാം, ഒരു 5 ഗിഫ്റ്റ് ഉറപ്പ് വചനമല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുക, ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങൾ, തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് ഒരുപക്ഷെ ദൈവം ഒരുപാട് കൃപകൾ തരാൻ നൽകിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനത്തെ കൃപകൾ നേടാനൊരു ദാഹം, അത് മനസ്സിലാക്കാനുള്ളൊരു ജ്ഞാനം ഈ ആരാധന സമയത്ത് കർത്താവ് നമുക്ക് തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയഭക്തി ബഹുമാനത്തോടെ ആദരവോടെ ആയിരിക്കാം. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. ഒരുപക്ഷെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും എന്ന് പറയുന്നതിനേക്കാൾ യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പറ്റും. ഞങ്ങൾ യാക്കോബിൻ്റെ സ്ഥാനത്താണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളെല്ലാവരും തൊടണമേ കർത്താവേ. യാക്കോബിന് ജ്ഞാനം കൊടുത്തതുപോലെ, ജ്ഞാനത്താൽ അവനെ നയിച്ചതുപോലെ ഞങ്ങളെ നയിക്കണമേ. ജീവിതത്തിൽ കടന്നു പോകുന്ന കടുത്ത പ്രതിസന്ധികൾ ദൈവമേ, അതിനപ്പുറത്ത് ദൈവം ഒരു നന്മ ഒരുക്കുന്നത് കാണുവാൻ തക്ക വിധം ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സമുദ്രം ജലത്താൽ കവിയുന്നത് പോലെ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കാമെന്നുള്ള വാഗ്ദാനം വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ജലത്താ കവിഞ്ഞിടും പോലെ നിന്യാനത്താ നിറച്ചിടണേ, നിറച്ചിടണേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, കർത്താവേ, കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ, നിറച്ചിടണേ. ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.